ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട് ബോർഡറായിട്ടുള്ള കോട്ടവാസലിലാണ്. കാരണം കേരള തമിഴ്നാട് ബോർഡറായിട്ടുള്ള കോട്ടവാസലാണ്. കൊല്ലം നമ്മൾ ആര്യങ്കാവ് വഴി പോകുമ്പോൾ ഉള്ള ബോർഡറാണ് കോട്ടവാസൽ എന്ന് പറയുന്നത്. കോട്ടവാസൽ കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇത് എസ് വളവ് വരുന്ന ഭാഗമാണ്. കാരണം കേരളത്തിലേക്ക് വാളയാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിൽ നിന്ന് സാധനങ്ങൾ കടമായിട്ട് ലോറികളും മറ്റും വരുന്നത് നമുക്ക് ഈ ചുരം വഴിയാണ്, ആര്യങ്കാവ് ചുരം വഴിയാണ്. നമുക്കിപ്പോൾ തന്നെ ഈ വീഡിയോയിൽ തന്നെ കാണാം ഒരുപാട് വണ്ടികൾ കയറി വരുന്നത്. നമ്മളിപ്പോൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പോകുന്നത് നമ്മൾ എസ് വളവ് കാണാനാണ്. എസ് വളവ് കാണാൻ പറ്റും. എസ് വളവ് എന്ന് പറയുന്നത് ഒരു എസ് രീതിയിലുള്ള ബെൻഡാണ്. സാധാരണ പലയിടത്തും നമുക്കത് കാണാൻ പറ്റുമെങ്കിലും പക്ഷേ ഈ എസ് ബെൻഡ് കുറച്ചുകൂടെ ഷാർപ്പ് ഇതിൽ ആയിട്ട് ഇത് ചെയ്തിട്ട് ഇതൊരു പണ്ട് മഹാരാജാവിൻ്റെ കാലത്ത്, തിരുവിതാംകൂർ രാജാവിൻ്റെ കാലത്ത് ഇത് കള്ളക്കടത്ത് തടയാൻ വേണ്ടി നിർമ്മിച്ചതാണെന്നാണ് പറയുന്നത്. കാരണം വണ്ടി ഒരുപാട് സ്പീഡിൽ, കാരണം നികുതി വെട്ടിച്ച് പോകുന്ന കാളവണ്ടികളെ ഒരു സ്പീഡിൽ കൂടുതൽ ഓടി കഴിയുമ്പോൾ ഇത് മറിഞ്ഞ് അപകടമുണ്ടാവുകയും പുറകിൽ വരുന്ന പട്ടാളക്കാർക്ക് അവരെ പിടിക്കാൻ കഴിയുമായിരുന്നുണ്ടോ, അതിനുവേണ്ടിയാണ് നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 15 വർഷം മുമ്പ് വരെ എനിക്ക് ഓർമ്മയുണ്ട് ഇവിടെ വീതി നല്ല കുറവായിരുന്നു. മിക്ക ദിവസങ്ങളിലും ഈ ലോറി മറിഞ്ഞു ആക്സിഡൻറ്റുകളും ഈ ഏരിയയിൽ ട്രാഫിക് ബ്ലോക്കും എല്ലാം ഉണ്ടാവാറുണ്ട്. ഏകദേശം 2010 തോന്നുന്നു ഈ നാഷണൽ ഹൈവേ ഇത് പുതുക്കി പണിഞ്ഞ സമയത്ത് ഇപ്പം നല്ല രീതിയിൽ ഇത് പണിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിലാണ് ഇപ്പം എസ് വളവ് ഉള്ളത്. ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ മേളിൽ കൂടെ തന്നെ റെയിൽവേ ഓവർ ബ്രിഡ്ജും കാണാൻ പറ്റും. കാരണം കൊല്ലത്ത് നിന്ന് ചെന്നൈ പോകുന്ന രണ്ടാമത്തെ പാതയാണ് ഇതുവഴി കടന്നു പോകുന്നത്. കാരണം ഈ ഭാഗം വരുന്നതെന്ന് പറഞ്ഞാൽ കോട്ടവാസൽ കഴിഞ്ഞിട്ട് പുളിയറ എന്ന് പറയുന്ന സ്ഥലമാണ് ഇത് വരുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ നിരപ്പായിട്ടുള്ള റോഡുകളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഈ ഒരു ഭാഗം വരെ നമുക്ക് കറക്റ്റ് ഒരു കേരളത്തിൻ്റെ ഒരു ആര്യങ്കാവ് കഴിഞ്ഞ ഒരു ഇതിലാണ്, ഏറ്റവും ഇറക്കമുള്ള റോഡുകളാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ല വീതിയിലുള്ള അതായത് തമിഴ്നാട്ടിൽ നമ്മൾ കാണുന്ന പോലെ ഒരു കയറ്റവും ഇറക്കമില്ലാത്തുള്ള റോഡുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ലോഡുമായിട്ട് വരുന്ന വണ്ടികളുടെയൊക്കെ ബുദ്ധിമുട്ട് നമുക്ക് കാണാൻ പറ്റും നിർത്തിയെടുക്കുന്നത്. കാരണം മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട് ഈ സൈഡിൽ ഇത്ര വീതിയില്ലാത്ത സമയത്ത് ഈ ലോറികൾ കയറി പോകുന്നത് വരെ മറ്റേ ഒരു സൈഡിൽ കൂടെ വണ്ടി ഒരേ സമയം പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ 2 സൈഡിൽ കൂടെ വണ്ടി പോകുന്നതിൻ്റെ വീതിയിലായിട്ടുണ്ട്. അപ്പോൾ മഴയുടെ ശക്തി ചെറുതായിട്ട് കൂടി വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.